ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് MCO 22-ൻ്റെ യൂണിറ്റ് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലം ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും തിയറി ആയിട്ടാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പറയാനുള്ളതൊന്ന് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സംഖ്യയ്ക്ക് ചുറ്റും ബാക്കിയുള്ള എല്ലാ സംഖ്യകളും എത്ര കണ്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെങ്കിൽ അതിന് വേണ്ട ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്ന് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള ഈച്ച് ആൻഡ് എവറി ഒബ്സർവേഷനെ ബേസ് ചെയ്തിരിക്കും. റിജിഡ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ളതായിരിക്കണം. ദെൻ എക്സ്ട്രീം വാല്യൂസിനാൽ അഫക്റ്റ് ചെയ്യപ്പെടരുത്. ഫർദർ ആൾജിബ്രിക് കാൽക്കുലേഷന് ഏബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഐറ്റവും ആയിരിക്കണം. ഇനി ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 7 അരിത്തമെറ്റിക് മീൻ, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, ക്വാർട്ടൈൽസ്, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അതിൽ അരിത്തമെറ്റിക് മീൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, എല്ലാവരും പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആവറേജ് കണ്ടുപിടിക്കാൻ ഏറ്റവും, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് അരിത്തമെറ്റിക് മീൻ. ദെൻ പ്രോപ്പർട്ടീസ് ഒന്ന്, അതിൻ്റെ സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം അരിത്തമെറ്റിക് മീനിന്ന് കിട്ടിയിട്ടുള്ള അരിത്തമെറ്റിക് മീനിന്ന് ഓരോ ഒബ്സർവേഷൻ എൻ്റെ ഡീവിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ സം ഓഫ് ദി സ്ക്വയേർഡ് ഡീവിയേഷൻ, ആ ഡീവിയേഷൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം എന്ന് പറയുന്നത് ഫ്രം ദ മീൻ ഈസ് മിനിമം. അത് മീനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് മിനിമം വാല്യൂ ആയിരിക്കും. ദെൻ അടുത്തത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ അരിത്തമെറ്റിക് മീനും വേറൊരു സെറ്റ് ഓഫ് ഡാറ്റയുടെ അരിത്തമെറ്റിക് മീനും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് കമ്പൈൻഡ് അരിത്തമെറ്റിക് മീനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ ഈച്ച് ആൻഡ് എവറി ഐറ്റം ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. കൂടാതെ അത് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. അതൊരു കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്, നോട്ട് എ പൊസിഷണൽ, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടെത്തുന്നതല്ല. അപ്പൊ കുറച്ചും കൂടി അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ആവറേജ് ആണെന്ന് പറയാം. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഈച്ച് ആൻഡ് എവറി ഐറ്റം എടുക്കുന്നത് കൊണ്ട് തന്നെ അത് എക്സ്ട്രീം വാല്യൂസിനാൽ അഫക്റ്റ് ചെയ്യപ്പെടും. പിന്നെ ചില അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്, എക്സ്ട്രീംലി അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന് ഇതൊരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ എൻഡ് ക്ലാസ്സുകളുടെ കാര്യത്തിലും കണ്ടുപിടിക്കാൻ, അരിത്തമെറ്റിക് മീൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ ബൈ ഒബ്സർവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അരിത്തമെറ്റിക് മീൻ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഫോർമുലാസ് നമുക്കറിയാം. ഡിസ്ട്രിബ്യൂഷൻ 3 തരത്തിൽ നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് കോളം മാത്രമുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ബാർ, അരിത്തമെറ്റിക് മീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ, എക്സിന്റെ മുകളിൽ ഒരു വരയിട്ട് അതിനെ വായിക്കുന്നത് എക്സ് ബാർ എന്നാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഈ പോലത്തെ ഒരു ചിഹ്നം കണ്ടില്ലേ, ഇതിൽ ഈ സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ എന്നാണ് അർത്ഥം. എക്സ് കോളം, നിങ്ങൾക്ക് ഒറ്റ കോളേ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുള്ളൂ. ആ എക്സ് കോളത്തിന്റെ ടോട്ടലിനെയാണ് എന്ത് പറയുന്നത്, സിഗ്മ എക്സ് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ എൻ, നമ്പർ ഓഫ് ഐറ്റംസ്. ദെൻ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ് കോളം ഉണ്ടായിരിക്കും, ഒരു ഫ്രീക്വൻസി കോളം ഉണ്ടായിരിക്കും. അങ്ങനെ 2 കോളം ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അന്നേരം എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ആയിരിക്കും. അങ്ങനെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു എഫ് കോളം ഉണ്ടാവും, ഒരു എക്സ് കോളം ഉണ്ടായിരിക്കും.
ക്വസ്റ്റ്യനിൽ ആ എക്സ് കോളത്തെ എഫ് കോളം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എഫ് എക്സ് എന്നുള്ള കോളം കിട്ടും. അതിന്റെ ടോട്ടൽ കണ്ടാൽ സിഗ്മ എഫ് എക്സ് ആയി ഡിവൈഡഡ് ബൈ എൻ. ഫ്രീക്വൻസി കോളത്തിന്റെ ടോട്ടൽ ഇൻഡിവിജ്വലിൽ മാത്രം നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, ബാക്കിയുള്ള രണ്ട് ഡിസ്ട്രിബ്യൂഷനിലും എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ടോട്ടൽ ആണ്. ഓക്കെ, ദെൻ അടുത്തത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലാസ് രൂപത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞ സിഗ്മ എഫ് എം ബൈ എൻ ആണ്. എഫ് എം എന്ന് പറഞ്ഞ മിഡ് വാല്യൂ ആണ്. ക്ലാസ് 10-20, 20-30 അങ്ങനെയുള്ള ക്ലാസ് ഉണ്ടാവില്ലേ? അപ്പൊ 10-20 എന്ന് പറയുമ്പോൾ ആ 10ഉം 20ഉം കൂടി പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ക്ലാസിൻ്റെത് പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മിഡ് വാല്യൂ കിട്ടും. അപ്പൊ 10+20/2 എന്ന് പറഞ്ഞാൽ 15. പിന്നെ 20-30 ആവുമ്പോൾ 50/2 എന്ന് പറഞ്ഞാൽ 25. അങ്ങനെ 15, 25, 35 അങ്ങനെ മിഡ് വാല്യൂസ് കിട്ടും. ആ മിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫ്രീക്വൻസി കൊണ്ട് ഇൻറ്റു ചെയ്താൽ എഫ് എം കിട്ടും. അതിന്റെ ടോട്ടൽ സിഗ്മ എഫ് എം ബൈ ഫ്രീക്വൻസി ടോട്ടൽ. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഐ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്യൂംഡ് മീൻ ആണ്. ടി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ബൈ ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ എം മിഡ് വാല്യൂ കണ്ടെത്തി. ആ മിഡ് വാല്യൂവിൽ ഒരു സംഖ്യ നിങ്ങൾ എന്തായിട്ട് അസ്യൂംഡ് ആയിട്ട് സങ്കല്പിക്കുക. അപ്പൊ അതിന്റെ നേരെയുള്ള ഡി ഡാഷ് എഴുതുക. ഡി ഡാഷ് കോളാണല്ലോ എഴുതണ്ടേനി. അപ്പൊ അതിന്റെ നേരെയുള്ള ഡി ഡാഷ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മുകളിലോട്ട് ഉള്ള സംഖ്യകളൊക്കെ എന്ത് ചെയ്യുക? -1, -2, -3 ഇനി താഴോട്ട്. അപ്പോൾ അസ്യൂംഡിന്റെ നേരെയുള്ള ഡി ഡാഷ് 0, താഴോട്ടുള്ളത് 1, 2, 3, മുകളിലോട്ട് -1, -2, -3 അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ അതിലൂടെ ഡി ഡാഷ് കിട്ടും. ദെൻ you will multiply with the f column, then you go add it with the f d dash. മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് ഡി ഡാഷ് കിട്ടും. ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ. ഓക്കെ, അസ്യൂംഡ് ആണ് എ എന്ന് പറഞ്ഞാൽ. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിന് നമ്മൾ ഒരേ വെയിറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പല ഐറ്റത്തിനും പല വെയിറ്റ് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷന്റെ അരിത്തമെറ്റിക് മീൻ കാണാനാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്യുന്നത്. സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു ആണ്. അപ്പൊ വെയിറ്റ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. ആ കറസ്പോണ്ടിങ് വെയിറ്റ് എക്സ് കോളവുമായിട്ട് ഇൻറ്റു ചെയ്യുക. ദെൻ സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. ദെൻ അടുത്തത് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മിഡിൽ ഒബ്സർവേഷൻ, ഏറ്റവും സെൻട്രലിലുള്ള വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഒരു ഡിസ്ട്രിബ്യൂഷനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെൻട്രൽ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്തിരിക്കണം? അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുക. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്ക് മാറ്റുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. വലുതിന്ന് ചെറുതിലോട്ട് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മാറ്റിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും മിഡിൽ മോസ്റ്റ് വാല്യൂ കണ്ടെത്തുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ്, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രീം വാല്യൂസിനാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഗ്രാഫിക്കലി നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷന് ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈവൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ വരെ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ എണ്ണം നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ അങ്ങനത്തെ കേസിലൊന്നും ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. ഓഡ് ആയിട്ടുള്ള കേസിലാണ് സ്യൂട്ടബിൾ. ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെന്റിന് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്തത് ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അൺസ്യൂട്ടബിൾ ആണ്. ദെൻ മീഡിയന്റെ കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് മീൻസ് എക്സ് കോളം മാത്രമുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡാറ്റയെ ഫസ്റ്റ് അറേഞ്ച് ഇൻ ടു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ, ദെൻ അപ്ലൈ ദി ഫോർമുല സൈസ് ഓഫ് n+1/n
സെക്കൻഡ് ഐറ്റം. n മീൻസ് നമ്പർ ഓഫ് ഐറ്റം. നമ്പർ ഓഫ് ഐറ്റം സി, ഒരു ഡിസ്ട്രിബ്യൂഷനിൽ 9 ഐറ്റം ആണുള്ളെങ്കിൽ 9 + 1 10 ഡിവൈഡഡ് ബൈ 10, അപ്പോൾ 5 ഫിഫ്ത്ത് ഐറ്റം കിട്ടും. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം വാട്ട് വി ഹാപ്പൻ, അഞ്ചാമത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, അഞ്ചാമത്തെ ഐറ്റം എടുത്ത് എഴുതുക, അതാണ് മീഡിയൻ. ഓക്കെ, അതേപോലെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ക്ലാസ് രൂപത്തിലാണ്. അപ്പോൾ ഒരു ക്ലാസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് n/സെക്കൻഡ്, n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഫ്രീക്വൻസി ടോട്ടൽ. ആ ഫ്രീക്വൻസി ടോട്ടൽ കണ്ടെത്തണം. അതിന് നിങ്ങൾ CF കാണണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി കോളത്തെ ആഡ് ചെയ്ത് 1 by 1 ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കോളത്തെയാണ് എന്ത് പറയുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അത് കണ്ടതിന് ശേഷം നിങ്ങൾ മീഡിയൻ ക്ലാസ് n/സെക്കൻഡ് ഐറ്റം എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുക. അപ്പൊ അന്നേരം നിങ്ങൾക്ക് മീഡിയൻ ക്ലാസ് കിട്ടും. മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് median formula L1 plus n/2 minus CF0/F1 into I or C. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വാർട്ടൈൽസ് ആണ്. ഇപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വി കോൾഡ് മീഡിയൻ. ബട്ട് ഒരു ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ക്വാർട്ടൈൽസ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത് മോഡ്. മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫൺ ഓർ വിത്ത് ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി, ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന സംഖ്യയാണ് എന്ത് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. സി, ഇവിടെ 3 4 5 5 6 7 8 8 8 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിയർ ദി 8 the number 8 repeated in 3 times, so mode will be 8. മനസ്സിലായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന സംഖ്യ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് മോഡ് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്ട്രീം വാല്യൂസിനാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല, ക്വാളിറ്റേറ്റീവ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നു, ആൻഡ് ഗ്രാഫിക്കലി ഡിറ്റർമിൻഡ് ചെയ്യാൻ പറ്റും. ഓപ്പൺ എൻഡ് ക്ലാസ്സിൽ ഇതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ഈസിയാണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് വെൽ ഡിഫൈൻഡ് അല്ല, പിന്നെ എല്ലാ ഐറ്റത്തെയും എന്ത് ചെയ്യുന്നില്ല, അത് കൺസിഡർ ചെയ്യുന്നില്ല, ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി മോഡിന്റെ ഫോർമുല കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ മോഡ് ഈസ് ഈക്വൽ ടു L1 plus F1 minus F0 divided by 2F1 minus F0 by minus F2 into I എന്നുള്ളതാണ്. നമ്മൾ ടേബിളൊക്കെ വരച്ച് വേണം അത് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു n ഒബ്സർവേഷന്റെ root of the nth root of the product of all n observation, അതാണ് എന്ത് പറയുന്നത്, ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ജോമെട്രിക് മീൻ നമ്മൾ ആന്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ എന്നുള്ള ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എക്സ് കോളം തന്നിട്ടുണ്ടാവും, ലോഗ് എക്സ് കാണുന്നു, അതിന്റെ സിഗ്മ ലോഗ് എക്സ് കണ്ടിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ആന്റി ലോഗ് കാണുകയാണ് പതിവ്. ദെൻ പോപ്പുലേഷൻ ചേഞ്ച്, ഇൻട്രസ്റ്റ്, ഗ്രോത്ത് റേറ്റ് ചേഞ്ച്, ഇതിലൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ ആന്റി ലോഗോ സിഗ്മ എഫ് ലോഗ് എം ഡിവൈഡഡ് ബൈ എൻ ആണ്. ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ ഒരു അത്തമെറ്റിക് മീനിന്റെ റെസിപ്രോക്കലിനെയാണ് എന്ത് പറയുന്നത്, ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ n/σ1/x എന്നാണ് ഹാർമോണിക് മീനിന്റെ ഇത് വരുന്നത്. ഇനി റിലേഷൻഷിപ്പ് മെമം മീന്, മീഡിയൻ ആൻഡ് മോഡ്. ഈ പറയുന്ന ഈ 3 ഐറ്റവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതിനെ സിമ്മട്രിക്കൽ അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് ആ റിലേഷൻ വരുന്നത്. ഇഫ് എ ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ആണെങ്കിൽ, സിമ്മട്രിക്കൽ അല്ലെങ്കിൽ മീന്, മീഡിയൻ, മോഡ് ഈക്വൽ അല്ല. അല്ലാത്ത കേസിലാണെങ്കിൽ അത് ഈക്വൽ ആയിട്ട് വരുന്നു. ഇനി മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ റിലേഷൻഷിപ്പ് ഈ രീതിയിലാണ് വരുന്നത്. മോഡ് ഈസ് ഈക്വൽ ടു mean minus 3 mean minus median
or median is equal to mod plus 2/3 mean minus mod, or mod is equal to 3 median minus 2 mean. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ആവുക, എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ.